കേരളം മുഴുവൻ എല്ലായിടങ്ങളിലും ഇതിൻ്റെ മിനിമം 5 പേരെങ്കിലും വെച്ച് ഒരു 70 പേരുടെ ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതതിൻ്റെ തുടക്കം മാത്രമേ ഇപ്പോൾ നമുക്ക് പ്രസ്താവിക്കാനായിട്ടുള്ളൂ. മുഴുവനായിട്ട് കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. നമസ്കാരം, ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ കഴിവുകളെ ഇൻവെസ്റ്റ്മെന്റാക്കി അറിവിനെ സമ്പത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഐഡിയ ബാങ്കിന്റെ പ്രവർത്തനം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചു. പുതിയ ഗവൺമെന്റിനും സാധാരണക്കാർക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കാവുന്ന നൂതന പദ്ധതികളാണ് ഐഡിയ ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന പുതിയൊരു സംരംഭത്തിനാണ് മലപ്പുറം ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. അറിവിനെ ആശയങ്ങളാക്കി മാറ്റി ധനസമ്പാദനത്തിനുള്ള മാർഗമാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന നൂതന സംരംഭമാണ് ഐഡിയ ബാങ്ക്. പുതിയ ഗവൺമെന്റിനും സാധാരണക്കാർക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കാവുന്ന പദ്ധതികളാണ് ഐഡിയ ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിലെ ഐഡിയകളും സ്വയം നിർമ്മിത ടെക്നോളജിയും ഐഡിയ ബാങ്കിലൂടെ വിൽക്കാൻ സാധിക്കുന്നു. ബാങ്കിന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ആശയങ്ങൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആശയങ്ങൾ ബാങ്ക് പ്രതിനിധികൾ സ്ക്രീനിംഗ് നടത്തി മികച്ചത് തിരഞ്ഞെടുക്കും. വെർച്വൽ ബാങ്ക് വഴി പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ആശയങ്ങൾ നൽകിയവർക്ക് പണവും ലഭിക്കുന്നു. ലാഭക്കൊതിയില്ലാതെ കഴിവുകളെ മാത്രം ഇൻവെസ്റ്റ്മെന്റായി സ്വീകരിക്കുന്ന ഐഡിയ ബാങ്കിന്റെ ജില്ലയിലെ പ്രധാന ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ വായാങ്കര ടവറിലാണ്. പരിസ്ഥിതി അവബോധം, യുവാക്കളുടെ ഇടപെടൽ, സമൂഹ വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പരമ്പര പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധി വി ഷുഹൂദ് പറഞ്ഞു. സ്വന്തം കണ്ടന്റുകളാണ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്നും ബജറ്റ് പോലുള്ള സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശങ്ങളും സഹായവും നൽകി ബാങ്ക് കൂടെയുണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂറോപ്പിലേറെ പ്രചാരം നേടിയ ഐഡിയ ബാങ്ക് പദ്ധതിക്ക് ലോകമൊട്ടാകെ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഐഡിയ ബാങ്കിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഐഡിയ ബാങ്ക് എന്നുള്ളത് ഞങ്ങളുടെ ക്രിയേറ്റീവ് കൗൺസിൽ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ കീഴിലാണ് ഈ ഐഡിയ ബാങ്ക് എന്ന സ്ഥാപനം നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറത്ത് നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് ഓഫീസുള്ളത്. കേരളം മുഴുവൻ എല്ലായിടങ്ങളിലും ഇതിൻ്റെ മിനിമം 5 പേരെങ്കിലും വെച്ച് ഒരു 70 പേരുടെ ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതതിൻ്റെ തുടക്കം മാത്രമേ ഇപ്പോൾ നമുക്ക് പ്രസ്താവിക്കാനായിട്ടുള്ളൂ. മുഴുവനായിട്ട് കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് ഐഡിയ ബാങ്ക്? അതാണ് ഞാൻ സാധാരണ ഒരുപാട് നമ്മളെ സുഹൃത്തുക്കൾക്കും പബ്ലിക്കിനും ഈവൻ മീഡിയ പ്രവർത്തകർക്ക് പോലും എന്തെന്നറിയാത്തതിനാൽ അവർക്കത് ക്ലിയറായിട്ട് വാർത്ത കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റുന്നില്ല. സോ അതുകൊണ്ട് അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന് പിന്നിലെ ആശയം എന്നൊന്ന് വ്യക്തമാക്കാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഐഡിയ ബാങ്ക് എന്ന് വെച്ചാൽ നമ്മളിൽ പലർക്കും പല കഴിവുകളും ഉള്ള ആളുകളാണ്. അതിൽ അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാൻ പലപ്പോഴും അവസരം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഇതിനൊരു വെബ്സൈറ്റാണ് മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഐഡിയ ബാങ്ക് വിദേശ രാജ്യങ്ങളൊക്കെ അത് 2020 ശേഷം പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റുകൾ നമുക്ക് കാണാനും കഴിയും. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഐഡിയ കൂടെ ആ ഐഡിയകൾ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് ചെറുതോ വലുതോ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് സൂട്ടാവുന്നതോ വിദ്യാഭ്യാസമോ പരിസ്ഥിതിയോ എന്തോ ആവാം. അതിൽ ഫിൽട്ടർ ചെയ്തിട്ട് പരിശോധിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിക്ക് വേണ്ടതും നോക്കിയതിന് ശേഷം നമ്മൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള സംഘടനകൾക്കോ ക്ലബ്ബുകൾക്കോ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്ത ഒരു ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് പണം ചോദിക്കാം. സോഷ്യൽ വർക്കിന് പുറത്ത് നമ്മളെ ഇതന്നെ അറിവിനെ സമ്പത്താക്കുക എന്നുള്ളതാണ് നമ്മളെ ആശയം തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് ശ്രമത്തിന് ഒടുവിൽ നിങ്ങളുണ്ടാക്കിയ ടെക്നോളജി, പ്രത്യേകിച്ചും പുതിയ AI ടെക്നോളജി വന്ന സ്ഥിതിക്ക് ഇനി മുതൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ വിഷയത്തിൽ നമുക്ക് AI ടെക്നോളജി ഉപയോഗിക്കാം. നിങ്ങളുടെ ഒരു സ്വന്തം കണ്ടെത്തൽ, അല്ലാതെ പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോമിലുള്ളതല്ല, സ്വയം ക്രിയേറ്റ് ചെയ്ത ടെക്നോളജികൾ നിങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു മാർഗം കൂടി രജിസ്റ്റേർഡ് സ്ഥാപനം കൂടിയാണ് നമ്മളുടെ ദി ക്രിയേറ്റീവ് കൗൺസിൽ സോഷ്യൽ ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്ന BCIFSE എന്നാണ് നമ്മൾ ബാങ്കിൻ്റെ പേരിട്ടുള്ളത്. ബാങ്ക് ഫോർ കളക്ടിങ് ഐഡിയാസ് ഫ്രം ദി സോഷ്യൽ സെൻറ്റേഴ്സ്. ഇത് ആദ്യമായിട്ട് ശരിക്കും ഇത്തരത്തിലൊരു സ്ഥാപനം വന്നിട്ടുള്ളത് ബെൽഫാസ്റ്റ് വന്ന ഒരു രാജ്യം, അയർലൻഡിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ബെൽഫാസ്റ്റ്. അവരാണത് ആദ്യം പരീക്ഷണത്തിൽ വെച്ചതും വമ്പൻ പ്രസക്തി ആർജിച്ചതും. അതിൽ അവരാദ്യം ചെയ്തത് പബ്ലിക് PB സിസ്റ്റം എന്നായിരുന്നു, അതായത് പബ്ലിക് ബഡ്ജറ്റിംഗ് സിസ്റ്റം. തിരഞ്ഞെടുത്ത സർക്കാരുകൾക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും, സർക്കാർ രജിസ്റ്റർ എല്ലാ സ്ഥാപനങ്ങളിലും അഭിപ്രായം ചോദിക്കാനുള്ള ഒരു മാർഗം. അവരുടെ അഭിപ്രായം ക്രോഡീകരിച്ചതിന് ശേഷം മാത്രമേ പുതിയ ബഡ്ജറ്റ് നമ്മൾ
പ്രാബല്യത്തിൽ കൊണ്ടുവരുള്ളൂ. അതുകൂടെ സർക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയ കൂടിയാണ് ഈ BCIFSC എന്ന് പറയുന്ന ബാങ്ക്. ആഗോളതാപനം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഖബർ ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന നാമഫലകങ്ങൾക്ക് പകരം ഇറക്കുമതി ചെയ്ത അശോകമരങ്ങൾ പോലുള്ള വണ്ണം കുറഞ്ഞ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയായിരിക്കും. ഒപ്പം നമ്മിൽ നിന്നും മറഞ്ഞവരെ എന്നെന്നും ഓർക്കാനുമുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിക്കുന്നതെന്നും ഷുഹൂദ് പറഞ്ഞു. ഇത്തരത്തിൽ ആർക്കും ദോഷകരമല്ലാത്ത പദ്ധതികളും ഐഡിയ ബാങ്ക് എന്ന ആശയത്തിലൂടെ നമുക്ക് കൊണ്ടുവരാനാകും. കൂടാതെ സിംഗിൾ വില്ലകളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ, വില്ലേജ് ഓഫീസ് പോലുള്ളവ സർക്കാർ ഫണ്ട് ഉപയോഗിക്കാതെ തന്നെ ലോകോത്തര നിലവാരത്തിൽ എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസുകളാക്കി മാറ്റുന്നതിനുമുള്ള പദ്ധതികൾ വരെ പുതിയ ഐഡിയ ബാങ്കിൽ ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള ദി ക്രിയേറ്റീവ് കൗൺസിൽ എ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ കീഴിൽ വരുന്നതും ആശയ കൈമാറ്റം ചെയ്യാൻ വേണ്ടി രൂപം കൊടുത്തിട്ടുള്ളതുമായ വെർച്വൽ ബാങ്ക് വഴിയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. ചാനൽ 10 പെരിന്തൽമണ്ണ.